നോക്ക്, അടുത്ത് പറഞ്ഞ ഒരു കുറ്റമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊള്ളാം. അവൻ സഹിച്ചതും ക്ഷമിച്ചതും കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതും ഈ പുരോഹിതന്മാരെ തെറ്റ് പഠിപ്പിച്ചപ്പോൾ അവർ ശരിയല്ല എന്ന് പറഞ്ഞു. പക്ഷെ വേറെ ഒന്നും പോകാനായിട്ട് ഏത് നല്ലത് എന്ന് പോലും അറിയാതെ അവിടെ ഇരുന്നു ഇത്രയും കാലം. ശരിയായത് വരികയാണ്. അപ്പോഴും ഒരു കുറ്റം കർത്താവ് പറയാണ്, നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. എങ്കിലും 4 വെളിപ്പാട് 2:4 എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ആദ്യ സ്നേഹം അപ്പോസ്തലന്മാരിലൂടെ തുടങ്ങി ആദ്യ വിശ്വാസം എന്നല്ല ഇവിടെ പറയുന്നത്. ആദ്യ സ്നേഹം എന്താണ്? ആദ്യ സ്നേഹം ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹമാണ് തൻ്റെ പുത്രനെ ക്രൂശിൽ തകർത്ത് കളഞ്ഞത്. കാൽവരി ക്രൂശിലെ യാഗം, പാപപരിഹാര യാഗം, പാപമോചന യാഗം, ക്രൂശിലെ പീഡ, പഴി, ദുഷി, ഞാൻ ചെയ്തു പോയ എൻ്റെ തെറ്റുകളുടെ ശിക്ഷ ഏറ്റതും പാപത്തിൻ്റെ ശമ്പളമായ മരണം ഞാൻ വരിച്ച് നശിച്ചു പോകാതിരിക്കാൻ എനിക്ക് പകരമായി കർത്താവ് മരിച്ച് അടക്കി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന അതാകുന്നു സ്നാനം. ക്രൂശ്, മരണ, അടക്ക, പുനരുദ്ധാനത്തോടുള്ള ഏകീഭാവം എന്ന നല്ല മനസാക്ഷിയാണ് സ്നാനം. അത് ആരാണോ പാപം മോചിച്ചത്, ആ നാമം തന്നെ വചനം നമുക്ക് നൽകുമ്പോൾ, സ്വർഗം നൽകിയിരിക്കുമ്പോൾ എതിർ ക്രിസ്തുക്കൾ മഹാപുരോഹിതന്മാർ പറയുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം വേണ്ട, പത്രോസ് പറഞ്ഞത് വേണ്ട. പത്രോസ് അല്ല നമുക്ക് വേണ്ടി മരിച്ചത്, യേശുക്രിസ്തു ആണ്. ഇത് പിശാചിന്റെ